അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആഗ്രഹം നേടിയെടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടിട്ടുള്ള ഒരു സലാത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ സലാത്തിൻ്റെ മഹത്വം എന്താണെന്നറിയോ? വളരെ പ്രത്യേകമാക്കപ്പെട്ടിട്ടുള്ള ഒരു സലാത്താണിത്. ഇത് നമ്മൾ ചൊല്ലി നമ്മുടെ എന്തെങ്കിലും ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ട് നമ്മൾ എണ്ണം തെറ്റാതെ ഈ ഒരു അമലിനെ ഈ ഒരു സലാത്തിനെ നിങ്ങൾ ചൊല്ലി തീർക്കുകയാണ്. അത് ഇത്ര ദിവസം എന്നില്ല, എത്ര ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഈ ഒരു സലാത്തിനെ നിങ്ങൾ ഇത്തരത്തിൽ എണ്ണം തെറ്റാതെ ചൊല്ലി തീർക്കുകയാണ്. എൻ്റെ ഈ ഒരു പ്രയാസം നീങ്ങണം എന്ന് വിചാരിച്ചിട്ട്, എൻ്റെ ഈ ഒരു ആഗ്രഹം നേടിയെടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് അത് നടന്നിട്ടുണ്ടാകും. അത്രയും ഫലവത്തായിട്ടുള്ള ഒരു അമലാണ് സലാത്താണ് ഇനി പറയാൻ പോകുന്നത് ഈ ഒരു വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ. അപ്പോൾ നമുക്കതിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഇതിനർഹതപ്പെടുന്നവരിലേക്ക്, ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും, ജോലിയില്ലാത്തവരായിട്ട് ഒരുപാട് ആളുകളുണ്ടാകും, ബിസിനസ്സിലും കച്ചവടത്തിലും ബറക്കത്തില്ലാത്ത ഒരുപാട് ആളുകളുണ്ടാകും. അത്തരക്കാരിലേക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കാം. നമ്മൾ ഇത്തരത്തിൽ വീഡിയോസ് പുതുതായിട്ടിടുമ്പോൾ ഓരോ ദിക്റുകളെ കുറിച്ചിട്ടും ഓരോ സലാത്തുകളെ കുറിച്ചിട്ടും പറയുമ്പോൾ അത് വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് ഓരോ വീഡിയോസിനും പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ശാന്തിയും നന്മയും കൊണ്ടുവരാൻ ഏറ്റവും മഹത്തായിട്ടുള്ളൊരു വഴിയാണ് മുത്ത് റസൂലിൻ്റെ പേരിലുള്ള സലാത്ത്. മുത്ത് നബിയോടുള്ള സ്നേഹവും അദ്ദേഹത്തിൻ്റെ മേലിൽ സലാത്തും സലാമും അയക്കുന്നതുമാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. കാരണം അത് വളരെ ലളിതമാണെങ്കിലും അതിൻ്റെ ഫലം വളരെ വലുതാണ്. നമ്മൾ ദിവസേന അനുഭവിക്കുന്ന ചെറിയ വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങൾക്കും ഇടയിൽ മനസ്സിനൊരു ആശ്വാസം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു വഴികാട്ടി പോലെയാണ് സ്വലാത്ത്. ഒരാൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവർ പല വഴികളും അന്വേഷിക്കും. പക്ഷേ ഹൃദയം നിറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സലാത്ത് അയക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിനൊരു സമാധാനവും പതുക്കെ പതുക്കെ വരും. പലർക്കും അനുഭവമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇത് വെറും വാക്കുകൾ മാത്രമല്ല, ഇതൊരു വിശ്വാസമാണ്, ഒരു ആത്മബലം കൂടിയാണ്, നമ്മളെ അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പിക്കുന്ന ഒരു വഴി. ചിലർ പറയുന്നു സ്വലാത്ത് പതിവാക്കിയ ജീവിതത്തിൽ കിട്ടാത്തതായിട്ട് ഒന്നും ബാക്കി നിൽക്കില്ല എന്നുള്ളത്. ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ. ഇത് പറച്ചിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അനുഭവം വന്നാലുള്ളൂ നമുക്കതിൻ്റെ ആ ഒരു ഫലം എത്രത്തോളം കൂടുതലുണ്ട് എന്നറിയാമല്ലോ. കാരണം അത് ക്ഷമയും വിശ്വാസവും നൽകുന്നൊരു കാര്യമാണ്. പ്രയാസങ്ങളെ നേരിടാൻ ശക്തി നൽകുന്നു, നമ്മുടെ ഹൃദയം ശുദ്ധമാക്കി നിർത്തുകയും ചെയ്യുന്നു. നമ്മൾ നേരിടുന്ന വിഷമങ്ങൾക്കും ആശങ്കകൾക്കും ഇടയിൽ ഒരു പ്രകാശം പോലെ സ്വലാത്ത് നമുക്ക് വഴികാട്ടുന്നുണ്ട്. ഒരാൾ വിഷമത്തിലാണെങ്കിൽ ഈ ഒരു സലാത്ത് ചൊല്ലി നോക്കുക, മനസ്സിനൊരു ഭാരം കുറയുന്നത് പോലെ തോന്നും. അതാണ് ഈ ഒരു സലാത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഏത് പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും ഉമ്മമാർക്കും ഉപ്പമാർക്കും നമ്മുടെ ഏതൊരവസ്ഥയിൽ ഇരിക്കുന്നവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു അമലാണ് സലാത്ത് എന്നുള്ളത്. ഇത് സ്ഥിരമായി പറയുന്നവരുടെ ജീവിതം കൂടുതൽ കൂടുതൽ മനോഹരവും കൂടുതൽ സമാധാനപരവും സന്തോഷപരമായിട്ടും തീരുകയും ചെയ്യും. ഈ രീതിയിൽ നമുക്ക് വലിയ ഫലങ്ങളും അനുഗ്രഹങ്ങളും നൽകുന്ന ഈ ഒരു അമലിനെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾപ്പെടുത്താം. പിന്നെ ഇതിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു രൂപം നമ്മുടെ സ്വലാത്ത്, ഈ ഒരു സലാത്തിനെ ഏത് രീതിയിൽ ചൊല്ലണം എന്നും അതേപോലെ തന്നെ എപ്പോൾ ഇതിനെ ചൊല്ലി തുടങ്ങണം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഒന്ന് വിലയിരുത്തി വെക്കാം. നമ്മൾ ഈ ഒരു സലാത്തിനെ ഇപ്പോൾ സുബഹ് നിസ്കാര ശേഷമാണ് ചൊല്ലി തുടങ്ങുന്നതെങ്കിൽ ആ ഒരു സുബഹ് നിസ്കാര ശേഷം ദിക്റുകളും സലാത്തുകളൊക്കെ ചൊല്ലിയതിന് ശേഷം വേണം ഈ ഒരു സലാത്ത് ചൊല്ലാനിരിക്കാൻ. ആ ഒരു സുബഹിയുടെ ടൈമിൽ ചൊല്ലി തുടക്കം കുറിക്കലാണ് ഏറ്റവും നല്ലതിട്ടല്ലേ. പിന്നെ നിങ്ങൾക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇബ്രാഹിമിയ സലാത്ത് നമുക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള സലാത്തായിരിക്കും ഇബ്രാഹിമിയ സലാത്ത് എന്നുള്ളത്. നമ്മൾ 5 വക്ത് നിസ്കാരത്തിലും നമ്മൾ ചൊല്ലുന്നൊരു സലാത്താണ് ഇബ്രാഹിമിയ സലാത്ത്. ഈ ഒരു സലാത്തിനെ 4444 തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, 1-2 ദിവസം കൊണ്ടൊന്നും ഇത് ചൊല്ലിത്തീർക്കാൻ പറ്റില്ല. സമയം എടുത്തിട്ട് നല്ല ക്ഷമയോടുകൂടെ ഒരു മടുപ്പും തോന്നാതെ നിങ്ങളുടെ ഉള്ളിലുള്ള ആവശ്യങ്ങൾക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അമലിനെ നിങ്ങൾ നിയ്യത്ത് വെച്ചോളി. ഈ ഒരു ഇബ്രാഹിമിയ സലാത്തിൻ്റെ മഹത്വം
സ്വലാത്തുകളുടെ തന്നെ നേതാവാണ് ഇബ്രാഹിമിയ സ്വലാത്ത്. അപ്പോൾ ഈ ഒരു സ്വലാത്തിൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ ശുദ്ധിയുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ ചൊല്ലാൻ കഴിയുന്ന ഒരു സ്വലാത്താണ് അല്ലേ ഇത്. ഏതൊരവസ്ഥയിലും നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കടന്നുകൊണ്ടും ഒക്കെ നമുക്ക് ഈ ഒരു സ്വലാത്തിനെ ചൊല്ലാവുന്നതാണ്. ഇനി എന്തെങ്കിലും ഒരു ജോലിക്കിടയിലാണ്, നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം, രാവിലെ എണീച്ച് നമ്മളിപ്പോൾ ഭക്ഷണം ചായയും കടയൊക്കെ ഉണ്ടാക്കുകയാണ്, ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു സ്വലാത്തിൻ്റെ ഒന്ന് പ്ലേ ചെയ്തിട്ട് അവിടെ വെക്കാം. എന്നിട്ട് നമ്മളത് കേൾക്കാം. എണ്ണം ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോകുന്നുണ്ടാവും അല്ലേ. ആ കൗണ്ടിങ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് നമ്മൾ എത്ര എണ്ണമാണ് ചൊല്ലിയതെന്ന് അറിയാനും പറ്റും. അതുപോലെ തന്നെ സ്വലാത്തും ചൊല്ലാൻ പറ്റും, നമ്മളുടെ പണികളും നടക്കും. അപ്പോൾ ഇത്തരത്തിലും ചെയ്യാവുന്നതാണ്. നമുക്ക് ഏത് സമയമാണ് ഉചിതമായിട്ട് തോന്നുന്നത് ആ സമയത്ത് നമുക്കിത് ചൊല്ലി തീർക്കാവുന്നതാണ് അല്ലേ. ഒരു ദിവസത്തിൽ ഇന്ന സമയം എന്നുള്ള, പക്ഷേ തുടക്കം നമ്മൾ ഈ ഒരു 1 എന്ന് പറഞ്ഞ് തുടങ്ങുമല്ലോ, ആ തുടക്കം നമ്മൾ സുബഹ് നിസ്കാരത്തിന് ശേഷമാക്കാൻ ഒന്ന് ശ്രമിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. വസിയത്തോടു കൂടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.